ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ചാന്ദിനിയെ കാണാനായി സുഭാഷും സുധീഷും നിധിയും ബീഹാറിലേക്ക് പോയ സമയത്ത് നികേഷിന്റെയും ഹരീഷിന്റെയും ഭാസ്കറിന്റെയും കാര്യങ്ങൾ നോക്കാനെന്നും പറഞ്ഞ് രാവിലെ നീതു കിളിക്കൂട്ടിലേക്ക് വരികയും അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും വീട് വൃത്തിയാക്കുകയൊക്കെയാണ്. കുക്കിംഗ് അറിയാത്ത നീതു ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് എരിയും ഉപ്പും ഒക്കെ കൂടുതലാണ്. അത് കഴിക്കാനാകാതെ ആകെ വിഷമിക്കുകയാണ് ഹരീഷും നികേഷും. ഭാസ്കരൻ നീതുവിന്റെ ഭക്ഷണം കഴിക്കാൻ നിൽക്കാതെ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നു. ഇതിനിടയിൽ ഭാസ്കറിന് BP കൂടുകയും ഹരീഷ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയുമാണ്. തുടർന്ന് രാവിലെ വീട്ടിലേക്ക് വന്ന നീതു മുറ്റമടിക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങി വന്ന നികേഷ് ചോദിക്കുന്നു, ഹലോ നീതു ചേച്ചി എപ്പോ വന്നു? അപ്പൊ നീതു ചോദിക്കണ, വാ നികേഷ്, നീ എഴുന്നേറ്റോ? ഞാൻ രാവിലെ വന്നു. അത് രാവിലെ എഴുന്നേക്കുന്ന പെണ്ണാണോ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ നീതു പറയണ, അങ്ങനെയൊന്നുമില്ല, സുഭാഷ് ഏട്ടൻ വരുന്നത് വരെ നിങ്ങളെ നോക്കേണ്ട ഉത്തരവാദിത്തം എനിക്കാണല്ലോ, അതാ ഞാൻ രാവിലെ വന്നത്. ഈ സമയം പല്ല് തേച്ചുകൊണ്ട് അവിടേക്ക് വരുന്ന ഹരീഷ് നീതുവിനെ കണ്ട് കണ്ണു തള്ളി നിൽക്കുകയാണ്. ഹരീഷ് എന്ന് വിളിച്ച നീതു അരികിലേക്ക് വരുമ്പോൾ ഹരീഷ് ചോദിക്കണ, നീ എന്താ ഇത്ര രാവിലെ വന്നത്? അപ്പൊ നീതു പറയണ, അതെവിടെ നിൽക്കട്ടെ, ഇതെന്താ ടീഷർട്ടില് പേസ്റ്റ് ആണോ? അപ്പൊ ഹരീഷ് പറയണ, പല്ല് തേച്ചപ്പോൾ വീണതായിരിക്കും. ഇത് കേട്ട് നീതു ചോദിക്കുന്നു, നീ എന്താ കൊച്ചുകുട്ടിയാണോ? മര്യാദക്ക് ബ്രഷ് ചെയ്യാൻ പോലും അറിയില്ല നിനക്ക്, ഇങ്ങനെ ഷർട്ടിലൊക്കെ ആക്കിയിട്ട് വന്ന് നിൽക്കുന്നു. ഇത് കേട്ട് നികേഷ് ചിരിക്കുമ്പോൾ നീതു പറയണ, ഇങ്ങനെയൊക്കെ നിങ്ങളെ വളർത്തിയ നിങ്ങളുടെ സുഭാഷേട്ടനെ പറഞ്ഞാ മതി, ഞാൻ ഈ വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം എല്ലാം ശരിയാക്കുന്നുണ്ട്. ഇത് കേട്ട് ഹരീഷ് പറയണ, അതോർക്കുമ്പോൾ എനിക്ക് ഇപ്പൊ തന്നെ പേടിയാകുന്നു. അപ്പൊ നീതു ചോദിക്കണ, അതെന്താ നീ അതോർത്ത് പേടിക്കുന്നത്? അപ്പൊ ഹരീഷ് പറയണ, നീ ഇങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നാൽ പേടിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പൊ നീതു പറയണ, ഇതൊക്കെ സ്നേഹം കൊണ്ടല്ലേ ഹരീഷെ, വഴക്കു പറയുന്നതല്ല. അപ്പൊ നികേഷ് പറയുന്നു, വഴക്കു പറയുകയോ ബഹളം വെക്കുകയോ എന്തു വേണമെങ്കിലും ചെയ്തോ, പക്ഷെ പാചകം മാത്രം ചെയ്യരുത് പ്ലീസ്. അങ്ങനെ കൈകൂപ്പി നികേഷ് അകത്തേക്ക് പോകുമ്പോൾ ഹരീഷ് ചിരിക്കുകയാണ്. നീതു ദേഷ്യത്തോടു കൂടി ഹരീഷിനെ നോക്കുമ്പോൾ ഹരീഷ് പറയണ, ശരി, ഞാൻ പോയി മുഖം കഴുകിയിട്ട് വരാം. അങ്ങനെ ഹരീഷ് അകത്തേക്ക് പോകുമ്പോൾ സൈക്കിളിൽ അവിടേക്ക് വരികയാണ് ഭാസ്കരൻ. നീതു ചോദിക്കുന്നു, ആദ്യ രാവിലെ എങ്ങോട്ട് പോയതാ? ഇത് കേട്ട് ഭാസ്കരൻ ചോദിക്കുകയാണ്, ആദ്യ രാവിലെ നീ എന്റെ വീട്ടിൽ എന്ത് ചെയ്യുകയാ? അപ്പൊ നീതു പറയണ, ഞാൻ ചോദിച്ചതിന് നിങ്ങൾ ആദ്യം മറുപടി പറ, എവിടെ പോയിട്ട് വരുവാ? അപ്പൊ ഭാസ്കരൻ പറയുകയാണ്, ചായ കുടിച്ചിട്ട് വരുവാ. നിന്നെ നിന്റെ വീട്ടുകാർ അന്വേഷിക്കില്ലേ? അകത്തേക്ക് പോകാനായി തുടങ്ങുന്ന നീതു പറയുന്നു, അതൊക്കെ ഞാൻ പറഞ്ഞിട്ടാ വന്നത്, നിങ്ങൾക്ക് BP കൂടുതലല്ലേ, എന്തിനാ പുറത്തു പോയി കഴിക്കുന്നത്? ചായ മാത്രം ആയിരിക്കില്ല കുടിച്ചത്, അതിനൊപ്പം 2 വടയും കഴിച്ചു കാണും. വെറും വയറ്റില് ചായയും വടയും ഒക്കെ കഴിക്കുന്നത് നല്ലതല്ല. ഇത് കേട്ട് ഭാസ്കരൻ പറയണ, ഞാൻ വടയൊന്നും കഴിച്ചില്ല, ചായ മാത്രമേ കുടിച്ചുള്ളൂ. അപ്പൊ നീതു പറയണ, നന്നായി, ഇനി വടയൊന്നും കഴിക്കരുത്, ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമേ. കുറച്ച് നാളത്തേക്ക് പുറത്തുനിന്ന് ഭക്ഷണം ഒന്നും കഴിക്കരുത്, 3 നേരവും വീട്ടിൽ നിന്ന് തന്നെ കഴിക്കണം, അപ്പൊ കാണാം BP ഒക്കെ കൺട്രോൾ ആകുന്നത്. അപ്പൊ ഭാസ്കരൻ പറയണ, അത് ശരി, 2 ദിവസം നിന്റെ ഭക്ഷണം കഴിച്ചത് കൊണ്ടായിരിക്കും BP കൂടിയത്. അപ്പൊ നീതു പറയണ, ഞാൻ പാചകം ചെയ്തത് ഹരീഷിന്റെ അച്ഛൻ കഴിച്ചില്ലല്ലോ, ഞാൻ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചാലും പുറത്തു പോയല്ലേ കഴിക്കുക. അപ്പൊ ഭാസ്കരൻ പറയണ, 3 നേരവും പുറത്തുനിന്ന് കഴിക്കാൻ പറ്റില്ലല്ലോ. ശരി, എന്താ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് നോക്കാനായി ഞാൻ കുറച്ചെടുത്ത് കഴിച്ചായിരുന്നു, ഒട്ടും കഴിക്കാൻ പറ്റുന്നില്ല, 3 നേരവും കടയിൽ നിന്ന് കഴിക്കുന്ന നല്ലതെന്ന് തോന്നി, അതുകൊണ്ടായിരിക്കും എന്റെ BP കൂടിയത്. അപ്പൊ നീതു പറയണ, ചുമ്മാ ഓരോന്ന് പറയാതെ, ഞാൻ ഇഡലിക്ക് ഉപ്പ് പോലും ഇട്ടില്ലായിരുന്നു, അത്ര ശ്രദ്ധയോടുകൂടിയാ നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി തന്നത്. ഇത് കേട്ട് ഭാസ്കരൻ ചോദിക്കുന്നു, ഓ അങ്ങനെയാണോ, ഇന്നും പാചകം ഉണ്ടോ? അപ്പൊ നീതു പറയുന്നു, പിന്നെ വെയിറ്റ് ചെയ്യണേ, ഇഡലിയും ചട്നി ഉണ്ടാക്കി ഞാൻ എടുത്തോണ്ട് വരാമേ, കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. ഇത് കേട്ട് ഭാസ്കരൻ പറയുന്നു, ഓ ശരി, ഇഡലിക്ക് ചട്നി ഉണ്ടല്ലേ, ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ട് വരാന്ന് പറഞ്ഞ് നീതു അകത്തേക്ക് കൂടി പോകുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, ഇപ്പൊ BP കൂടിയതേ ഉള്ളൂ, ഇനി എന്താകുമോ അവസ്ഥ. തുടർന്ന് അടുക്കളയിലേക്ക് വന്ന നീതു ഇഡലി ഉണ്ടാക്കുമ്പോൾ നീതുവിനെ സഹായിക്കുകയാണ് ഹരീഷ്. ഈ സമയം കാറിൽ അവിടേക്ക് വരികയാണ് സുഭാഷും സുധീഷും നിധിയും. കാറിന്റെ ശബ്ദം കേട്ട് വാതിലിന്റെ അരികിലേക്ക് വന്ന നികേഷ് സന്തോഷത്തോടു കൂടി ഉറക്കെ പറയുന്നു, ഹരീഷേട്ടാ, ദേ സുഭാഷേട്ടൻ വന്നു. അപ്പൊ ഹരീഷ് പറയണ, നീതു സുഭാഷേട്ടനും സുധീഷനും എല്ലാം വന്നു, വാ ദാ വരുന്നു എന്ന് പറഞ്ഞ് നീതുവും ഹരീഷിന്റെ പിന്നാലെ പോവുകയാണ്. ബാഗ് ഒക്കെ എടുത്ത് അകത്തേക്ക് കയറി വരികയാണ് നിധിയും സുഭാഷും സുധീഷും. നീതു വെള്ളം എടുക്കാനായി അകത്തേക്ക് ഓടി പോകുന്നു. സുധീഷ് ചോദിക്കുന്നു, എടാ ഹരീഷ്, സുഖാണോടാ? നികേഷ് എന്ന് വിളിച്ച് സുഭാഷ് നികേഷിനെ ചേർത്ത് പിടിക്കുമ്പോൾ ഹരീഷിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് സുധീഷ് ചോദിക്കുന്നു, എടാ നികേഷ്, എന്നെ മിസ് ചെയ്തോടാ നീ? ചെറുതായിട്ടെന്ന് നികേഷ് പറയുമ്പോൾ പുഞ്ചിരിച്ച് സുധീഷ് ചോദിക്കുന്നു, എടാ ഹരീഷ്, നീ ഞങ്ങളെ മിസ് ചെയ്തോടാ? അപ്പൊ ഹരീഷ് പറയുന്നു, ചുമ്മാ തിരികെ സുധീഷേടാ. നീതു അവർക്ക് വെള്ളവുമായി അവിടേക്ക് വരികയാണ്. നിധി ചോദിക്കുന്നു, നീതു ഇവിടെ ഉണ്ടായിരുന്നോ? മോൾ എപ്പോഴാ വന്നേന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നികേഷ് പറയുകയാണ്, എപ്പോ പോയി എന്ന് ചോദിക്കും സുഭാഷേട്ടാ, നിങ്ങൾ പോയ അന്ന് മുതൽ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ടെൻഷനോടുകൂടി സുഭാഷ് ചോദിക്കുന്നു, എന്താ മോളെ, വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പൊ നീതു പറയണ, അതൊന്നുമില്ല സുഭാഷേട്ടാ, നിങ്ങൾ ബീഹാറിലേക്ക് പോയപ്പോൾ ഇവരെ എല്ലാവരെയും നന്നായി നോക്കണമെന്ന് പറഞ്ഞില്ലേ, അതേ ഞാൻ ചെയ്തോളൂ, എന്നാലും മോൾക്ക് അതൊരു ബുദ്ധിമുട്ടായില്ലേ എന്ന് സുഭാഷ് പറയുമ്പോൾ നികേഷ് പതിയെ ഹരീഷിനോട് പറയണ, ഹരീഷേട്ടാ, നീതുവിനായിരുന്നോ ബുദ്ധിമുട്ട്? നീതു കാരണം നമുക്കല്ലായിരുന്നോ ബുദ്ധിമുട്ട്? എടാ മിണ്ടാ നിൽക്കടാന്ന് ഹരീഷ് പതിയെ പറയുമ്പോൾ തോളിൽ തട്ടി സുധീഷ് ചോദിക്കുന്നു, എന്താടാ അവൻ പറഞ്ഞേ? അത് പിന്നെ പറയാൻ സുധീഷേട്ടാന്ന് ഹരീഷ് പറയുമ്പോൾ പുഞ്ചിരിച്ച് നീതു പറയുകയാണ്, എനിക്ക് ഇതൊന്നും ഒരു ബുദ്ധിമുട്ടേ അല്ല സുഭാഷേട്ടാ, ഇതെല്ലാം എന്റെ കടമയല്ലേ. ഇന്ന് നിങ്ങൾ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു.
ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. താങ്ക് യു മോളെ എന്ന് സുഭാഷ് പറയുമ്പോൾ അവിടേക്ക് വന്ന ഭാസ്കരൻ ചോദിക്കുന്നു, എന്താടാ പോയ കാര്യമൊക്കെ നന്നായിരുന്നു, അവരെ കണ്ട് സംസാരിച്ചോ? അപ്പൊ ഹരീഷ് ചോദിക്കണ്ട, സുഭാഷേടാ ചാന്ദിനിയെ കണ്ടോ, ചാന്ദിനിയോട് സംസാരിച്ചോ? ചാന്ദിനിയുടെ വീട്ടിൽ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ. അപ്പൊ സുഭാഷ് പറയണ, ചാന്ദിനിയെ കണ്ട് സംസാരിച്ചു ഹരീഷ്, ചാന്ദിനിയുടെ അച്ഛനെയും അമ്മയും കണ്ട് സംസാരിച്ചു. എന്തു പറഞ്ഞു അവരെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, അവരുമായി സംസാരിച്ച് അവരെ കൊണ്ട് കല്യാണത്തിന് സമ്മതിപ്പിച്ചിട്ടുണ്ട്. ഇത് കേട്ട് സന്തോഷത്തോടു കൂടി ഭാസ്കരൻ പറയണ, സന്തോഷമുള്ള കാര്യമാണല്ലോ. അപ്പൊ സുധീഷ് പറയണ, പക്ഷേ ചില കണ്ടീഷൻസ് അവര് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ പിന്നീട് പറയാം. ഇപ്പൊ ഒരു പ്രശ്നമില്ല, ഞങ്ങൾ അവിടെ വരെ പോയത് കൊണ്ട് സുഭാഷ് ഏട്ടൻ ചാന്ദിനിയെ കണ്ടു, ചാന്ദിനിയുടെ വീട്ടിൽ സംസാരിച്ച് കല്യാണത്തിന് സമ്മതിപ്പിക്കുകയും ചെയ്തു. ഇത് കേട്ട് ഹരീഷ് പറയണ, ഇത്ര പെട്ടെന്ന് അവര് കല്യാണത്തിന് സമ്മതിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിങ്ങൾ ബീഹാറിലേക്ക് പോയത് നന്നായി എന്ന് തോന്നുന്നു. നീതു എല്ലാവരുടെ കയ്യിൽ നിന്നും ഗ്ലാസ് വാങ്ങുമ്പോൾ നിധി ചോദിക്കണ, അത് രാവിലെ വന്ന് ജോലിയൊക്കെ ചെയ്തു അല്ലേ, ഒരുപാട് ബുദ്ധിമുട്ടായി കാണും നീതുവിന്. അപ്പൊ നീതു പറയണേ, എന്ത് ബുദ്ധിമുട്ട്, എല്ലാവരും കഴിക്കണ്ടേ, സുഭാഷ് ഏട്ടനും ഇല്ല, നിധി ചേച്ചിയില്ല, ഇവരുടെ കാര്യം ആരും ശ്രദ്ധിക്കാതിരുന്നാൽ 3 നേരവും ഇവര് ഹോട്ടലിൽ നിന്ന് കഴിച്ചേനെ. അത് ഇവരുടെ ശരീരത്തിന് നല്ലതല്ലോ, അതുകൊണ്ടാ ഞാൻ തന്നെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവർക്ക് ഒന്നും അറിയില്ല, ഞാൻ വന്നത് നന്നായി. ഇത് കേട്ട് സുധീഷ് പറയണ, ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നീതുവാണപ്പം ഇവരെ നോക്കിയത്. അതേ സുധീഷ് ഇട്ടാന്ന് നീതു പറയുമ്പോൾ സുധീഷ് പതിയെ ഹരീഷിനോട് ചോദിക്കുന്നു, ഇത് സത്യമാണോടാ? അപ്പൊ ഹരീഷ് പറയണ, ഇതൊരു വലിയ കഥയാണ്, ഞാൻ പിന്നെ പറയാം. എന്താടാ അവൾ ഉണ്ടാക്കിയതൊന്നും കൊള്ളത്തില്ലായിരുന്നു എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയണ, നാക്ക് ചത്തുപോയി, നിങ്ങൾ വന്നപ്പോഴാ സമാധാനമായത്. നീതു ഹരീഷിനോടും നികേഷിനോടും ചോദിക്കണ, എന്താ നിങ്ങൾ രണ്ടുപേരും ഒന്നും മിണ്ടാത്തത്, ഞാനല്ലേ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നെ, പറ ഹരീഷേ, പറയണ ഹരീഷ് എന്ന് സുധീഷ് പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് ഹരീഷ് പറയുന്നു, അതേ സുഭാഷ് ഏട്ടാ, നീതുവാ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെയ്തു തന്നത്. ഇത് കേട്ട് ഭാസ്കരൻ മുഖം തിരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് നീതു പറയുന്നു, ആദ്യം രാവിലെ എഴുന്നേറ്റ് എന്റെ വീട്ടിലുള്ളവരെ സമാധാനിപ്പിച്ച് ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു, പറ ഹരീഷ്. അപ്പൊ ഭാസ്കരൻ പറയണ, മോളെ നീ എപ്പോഴാ കഷ്ടപ്പെട്ടത്, നീ കാരണം ഞങ്ങളല്ലേ കഷ്ടപ്പെട്ടത്. മോളെ നിധി, ഈ പെണ്ണിന് പാചകം അറിയില്ല, ഒന്നും അറിയില്ല, വായിൽ വെക്കാൻ പറ്റില്ലായിരുന്നു. ഇത് കേട്ട് സുധീഷ് ചിരിക്കുമ്പോൾ സുഭാഷും നിധിയും മുഖത്തോട് മുഖം നോക്കുകയാണ്. അങ്ങനെ പറയരുതെന്ന് നിധി കണ്ടുകൊണ്ട് ഭാസ്കരനെ കാണിക്കുന്നുണ്ട്. ഭാസ്കരൻ ഇത് ശ്രദ്ധിക്കുന്നില്ല. ഹരീഷ് ടെൻഷനോടുകൂടി നിൽക്കുമ്പോൾ നികേഷും ചിരിക്കുകയാണ്. അപ്പൊ ഭാസ്കരൻ പറയുകയാണ്, ഒരു കറി ഉണ്ടാക്കി വായി വെക്കാൻ പറ്റില്ല, എപ്പോ നോക്കിയാലും ശല്യം ചെയ്തോണ്ട് പിന്നാലെ വരും, അങ്ങനെയാണോ എന്ന് നിധി ചോദിക്കുമ്പോൾ നികേഷ് പറയണ, അതേ ഏട്ടത്തി, പാചകമാണെന്ന് പറഞ്ഞ് ഞങ്ങളെ കൊല്ലാക്കൊല ചെയ്യുകയായിരുന്നു, ഒരു നേരം പോലും പുറത്തുനിന്ന് കഴിക്കാൻ സമ്മതിക്കാതെ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് പാചകം ചെയ്തു. നീതു ചേച്ചിയുടെ ഭക്ഷണം സൂപ്പർ ആയിരിക്കും എന്ന് കരുതി കാത്തിരുന്ന എനിക്ക് വായി വെക്കാൻ പറ്റാത്ത ഭക്ഷണമാണ് കിട്ടിയത്, ചതിക്കപ്പെട്ടു. ഇത് കിട്ട് നിധി പറയുന്നു, നികേഷ് നീ മിണ്ടാതിരിക്കടാ. സുധീഷ് പൊട്ടിച്ചിരിക്കുമ്പോൾ നികേഷ് പറയണ, ചിക്കൻ കറി ഉണ്ടാക്കിയതാ, ഡെപ്പയിലുണ്ടായിരുന്ന മുളക് പൊടിയെല്ലാം അതിലെ കിട്ടുന്ന തോന്നുന്നേ, ബിരിയാണി ഉണ്ടാക്കാന്ന് പറഞ്ഞ് കുഴച്ചു വെച്ച് എന്തോ കൊണ്ടുവന്നു, അത് ബാക്കിയുണ്ട്, രാത്രി അത് കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞ് ടോർച്ചർ ചെയ്യുകയായിരുന്നു ഏട്ടത്തി. ഇത് കേട്ട് സുധീഷ് പൊട്ടിച്ചിരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് ഹരീഷ് പറയുന്നു, സുധീഷ് ഏട്ടാ ചിരിക്കാതെ. നീതു കണ്ണു നിറഞ്ഞ ദേഷ്യത്തോടുകൂടി ഹരീഷിനെയും സുധീഷിനെയും നോക്കുകയാണ്. നിധി പറയുന്നു, സുധീഷ് അടങ്ങി നിൽക്ക്. നികേഷ് പറയണ, ഇന്നൊരു ദിവസമല്ലേ ഉള്ളൂ, സാരമില്ലാന്ന് വിചാരിച്ചപ്പോൾ അടുത്ത ദിവസം ഇഡലി ഉണ്ടാക്കാനായി മാവുമായി വന്ന് ഒട്ടുന്ന ഇഡലി ഉണ്ടാക്കി തന്നു, അത് മുറിച്ച് ലഞ്ചിനും തന്നു വിട്ടു. എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഇങ്ങനെ ഒരു ലഞ്ച് ഞാൻ കൊണ്ടുപോയിട്ടില്ല. ഫ്രണ്ട്സ് എല്ലാവരും എന്നെ കളിയാക്കി. അങ്ങനെ നികേഷ് നടന്ന കാര്യങ്ങളെല്ലാം അവരോട് പറയുമ്പോൾ പൊട്ടിച്ചിരിക്കുകയാണ് സുധീഷും ഹരീഷും. നീതു ദേഷ്യത്തോടുകൂടി ഹരീഷിനെ നോക്കുന്നുണ്ട്. സുഭാഷ് ടെൻഷനോടുകൂടി ഇരിക്കുമ്പോൾ ഭാസ്കരൻ പുഞ്ചിരിച്ച് തലയാട്ടുകയാണ്. നിധി പറയുന്നു, നികേഷ് നീ ഒന്ന് മിണ്ടാതിരിക്കടാ. നീതു നീ ഇത് കാര്യമാക്കണ്ട, അവൻ ചുമ്മാ നിന്നെ കളിയാക്കുക. ഇത് കേട്ട് തലയാട്ടി നീതു ഹരീഷിനോട് പറയുന്നു, ശരി ഹരീഷ് ഞാൻ ഇറങ്ങുക. അപ്പൊ ഹരീഷ് ചോദിക്കണ, നീ ഇറങ്ങുവാണെന്നോ, കുറച്ച് കഴിഞ്ഞിട്ട് പോയാ മതി. അപ്പൊ നീതു പറയണ, വേണ്ട ഹരീഷ് എനിക്ക് കോളേജ് ഉണ്ട്, രാവിലെ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരാൻ വേണ്ടി വന്നതാ, സമയം പോയി, ഞാൻ പോവാ നിധി ചേച്ചി, സൂക്ഷിച്ചു പോയിട്ട് വന്ന ഹരീഷ് പറയുമ്പോൾ ശരി സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞ് നീതു അവിടെ നിന്ന് പോവുകയാണ്. നീതു കണ്ണു നിറഞ്ഞ് ദേഷ്യത്തോടുകൂടി തിരിഞ്ഞു നോക്കുന്നുണ്ട്. തുടർന്ന് നീതു ഉണ്ടാക്കിയ ഭക്ഷണം എടുത്ത് കഴിക്കുകയാണ് എല്ലാവരും. എന്തു പറ്റിയുടെ സുധീഷ് എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, അതൊക്കെ ഒരു ചട്നിയാണോ, അരങ്ങിട്ട് പോലും ഇല്ല. അപ്പൊ നിധി പറയണ, നന്നായിട്ടുണ്ടായിരുന്നല്ലോ, അതിനൊരു കുഴപ്പമില്ലായിരുന്നു. അപ്പൊ സുഭാഷ് പറയണ, അങ്ങനെ പറ മോളെ, അത് രാവിലെ വന്ന് നമുക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി വെച്ചതല്ലേ, പാവം, അതിന് കുറ്റവും കുറവും കണ്ടുപിടിക്കുന്നു. ഇത് കേട്ട് ഹരീഷ് പറയണ, അത് വിട്, ചാന്ദിനിയുടെ വീട്ടില് എന്തൊക്കെയോ കണ്ടീഷൻസ് പറഞ്ഞെന്ന് പറഞ്ഞില്ലേ, അതെന്താ, അതിനെ കുറിച്ച് പറ. അപ്പൊ നിധി പറയണ, അത് നിങ്ങളുടെ സുധീഷ് ഏട്ടൻ പറയും, ചോദിച്ചു നോക്ക്. എന്ത് സംഭവിച്ചു സുധീഷ് ഏട്ടാന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, ഞങ്ങൾ അവിടെ ചെന്ന് സംസാരിച്ചപ്പോൾ മുതൽ അവര് പിടി തരാതെ രക്ഷപ്പെടാൻ നോക്കുകയായിരുന്നു, ഈ ബന്ധം ശരിയാകില്ല, ഇറങ്ങി പോന്ന് പറഞ്ഞ് ഞങ്ങളെ ഇറക്കി വിടാൻ ശ്രമിച്ചു, പിന്നെ അവരെ ലോക്ക് ചെയ്യുന്ന രീതിയിൽ ഞാൻ ചില പോയിന്റ്സ് ഒക്കെ പറഞ്ഞു, അതിലാ അവര് വീണത്. അപ്പൊ സുഭാഷ് പറയണ, പോയിന്റോ, വായി വന്നത് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. അപ്പൊ സുധീഷ് പറയണ, സുഭാഷ് ഏട്ടാ അത് തന്നെ ചുമ്മാ പറയാതെ, സുഭാഷ് ഏട്ടൻ ചാന്ദിനിയെ കണ്ടില്ലേ, സംസാരിച്ചില്ലേ, അവര് കല്യാണത്തിന് സമ്മതിച്ചില്ലേ, അങ്ങനെ എന്തെല്ലാം നല്ല കാര്യങ്ങൾ നടന്നു, അതിനെ കുറിച്ച് പറ. അപ്പൊ സുഭാഷ് പറയണ, നല്ലത് നടന്നു, പക്ഷെ നീ അവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യുമെന്ന് ആലോചിക്കുമ്പോ തന്നെ ടെൻഷൻ ആകുന്നു, അത്രയൊക്കെ നമുക്ക് ചെയ്യാൻ
പറ്റുവോടാ? അങ്ങനെ എന്താ അവര് ചോദിച്ചെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നിധി പറയണ അവരൊന്നും ചോദിച്ചില്ല. സുധീഷിന്റെ ഇഷ്ടത്തിന് അത് ചെയ്യാം ഇത് ചെയ്യാന്നൊക്കെ പറഞ്ഞു. അപ്പൊ നികേഷ് പറയണ സാധാരണ ചെറുക്കന്റെ വീട്ടുകാരല്ലേ അത് ചെയ്യണം ഇത് ചെയ്യണമെന്നൊക്കെ പറയുക, ഇപ്പം പെണ്ണിന്റെ വീട്ടുകാരാണോ ഡിമാൻഡ് ചെയ്യുന്നത്? അപ്പൊ നിധി പറയണ അവരാ വിഷയത്തെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നു നികേഷ്, സുധീഷാണ് എല്ലാത്തിനും തുടക്കം കുറിച്ചത്. അവരെ സമ്മതിപ്പിക്കാൻ വേണ്ടി സുധീഷ് പറഞ്ഞു 25 ലക്ഷം രൂപ കൊടുക്കാം, 30 പവൻ സ്വർണം കൊടുത്ത് ചാന്ദിനിയെ സുഭാഷേട്ടൻ കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്നു. ഇത് കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ഭാസ്കരനും ഹരീഷും നികേഷും. ഭാസ്കരൻ ചോദിക്കുന്നു 25 ലക്ഷം രൂപയോ 30 പവൻ സ്വർണവും? ഇതൊക്കെ കൊടുത്തിട്ടാണ് ആ പെണ്ണിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോകുന്നേ? നന്നായിട്ടുണ്ടടാ. ആ നാടിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? അവിടെ ജീവിക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ അവരിവിടെ വന്ന് ജോലി ചെയ്യുന്നത്. അവരോട് അത് തരാ ഇത് തരാന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരിക്കുന്നു. അത്രയ്ക്ക് ആ കുടുംബത്തിന് എന്ത് യോഗ്യതയാടാ ഉള്ളത്? അപ്പൊ സുധീഷ് പറയണ യോഗ്യത നോക്കിയുടെ സമയമല്ല ഇത്. സുഭാഷേട്ടൻ ചാന്ദിനിയെ പ്രണയിക്കുന്നു, അവരെ ഒന്നിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തേ പറ്റൂ. അപ്പൊ ഭാസ്കരൻ പറയണ ഒരു പ്രണയം എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും ഉണ്ടാകണം. അവളുടെ അച്ഛനും അമ്മയും ഇതൊക്കെ പറഞ്ഞപ്പോൾ അവളും കൂടെ ഉണ്ടായിരുന്നല്ലോ. ആ പെണ്ണിനെ എതിർത്ത് സംസാരിച്ചൂടായിരുന്നോ? ഒന്നും സംസാരിക്കാതെ മിണ്ടാതെ നിന്നില്ലേ? ഇതിന്റെ പേരാണോ പ്രണയം? ഇത് പ്രണയമല്ലടാ. അപ്പൊ സുഭാഷ് ചോദിക്കണ അച്ഛാ ചാന്ദിനിക്ക് അച്ഛനെ അമ്മയെ എതിർത്ത് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഒരു സാഹചര്യം അല്ലല്ലോ അവൾക്ക്. ഇത് കേട്ട് ഭാസ്കരൻ ചോദിക്കണ എന്താ നിങ്ങൾ എല്ലാവരും എന്നെ എതിർത്ത് സംസാരിക്കാറില്ലേ? എന്റെ വാക്ക് കേട്ട് അതേപോലെയാണോ നിങ്ങൾ ജീവിക്കുന്നത്? ദേ ഇപ്പൊ പോലും ഞാൻ പറഞ്ഞു ആ പെണ്ണിന് 25 ലക്ഷം രൂപയും 30 പവൻ സ്വർണവും കൊടുത്ത് കൂട്ടിക്കൊണ്ടുവരാനുള്ള യോഗ്യതയില്ലാന്ന്. എന്നിട്ട് നിങ്ങൾ അത് കേൾക്കാൻ തയ്യാറായോ? ഈ ലോകത്ത് എല്ലാവരും അച്ഛന്റെ അമ്മയുടെയും വാക്ക് കേട്ടാണ് ജീവിക്കുന്നത്, പക്ഷെ ഈ വീട്ടിൽ മാത്രം അച്ഛന്റെ വാക്ക് കേൾക്കില്ല. ഇത് കേട്ട് സുധീഷ് പറയണ നിങ്ങൾ പറയുന്നത് കേൾക്കണമെങ്കിൽ നിങ്ങൾ അതുപോലെ വേണം ഞങ്ങളോട് പെരുമാറാൻ. അപ്പൊ ഭാസ്കരൻ പറയണ ഞാൻ എന്താ പറയുന്നത് നീ എന്താ പറയുന്നത്? ശരിയടാ, ഇത്രയും ദൂരം ആ പെണ്ണിന് വേണ്ടി നിങ്ങൾ പോയതല്ലേ? നിങ്ങളെ കണ്ട അടുത്ത നിമിഷം തന്നെ നിങ്ങളുടെ കൂടെ വരണ്ടായിരുന്നു ആ പെണ്ണ്. അപ്പൊ നിധി പറയണ അച്ഛാ അങ്ങനെയൊന്നും ചാന്ദിനിക്ക് വരാൻ പറ്റില്ല, അവളുടെ അങ്കിളും ഗുണ്ടകളും വലിയ പ്രശ്നക്കാരാ. അപ്പൊ ഭാസ്കരൻ പറയുകയാണ് അവളുടെ അങ്കിളും ആൾക്കാരും ഉണ്ടെന്നറിഞ്ഞ് ഇത്രയും വലിയൊരു റിസ്ക് എടുത്തല്ലേ നിങ്ങൾ പോയത്. അപ്പൊ അവളും റിസ്ക് എടുത്ത് നിങ്ങളുടെ കൂടെ വരണ്ടായിരുന്നോ? അവൾ അത് ചെയ്യില്ല. നിങ്ങളെ 25 ലക്ഷം രൂപ പണവും 30 പവനും ഒക്കെ കൊടുത്ത് കൂട്ടിക്കൊണ്ടുവരുമെന്ന്. നന്നായിട്ടുണ്ട്. അപ്പൊ ഭാസ്കരൻ പറയണ അച്ഛാ ആ ചാന്ദിനിയുടെ സാഹചര്യം അച്ഛന് മനസ്സിലാകാഞ്ഞിട്ടാ. ആ കുട്ടിക്ക് വീട്ടുകാരെ എതിർത്ത് സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ സുഭാഷ് പറയണ ഇങ്ങനെയൊന്നും നിങ്ങൾ പറയാൻ പാടില്ലായിരുന്നു. നിങ്ങൾ എന്നോട് എന്താ പറഞ്ഞത്? സുഭാഷ് ഏട്ടന്റെ കല്യാണം നടത്താൻ പോകുന്നു, നിശ്ചയം നടത്താൻ പോകുന്നു, എന്തൊക്കെയായിരുന്നു? അച്ഛനായിട്ട് ഒരുത്തൻ ഇവിടെ ഉണ്ടെന്ന് പോലും ഓർക്കാതെയല്ലേ നിങ്ങൾ ഓരോന്ന് ചെയ്തത്? ഇവിടെ ഒരുത്തനെങ്കിലും അച്ഛന്റെ വാക്ക് കേൾക്കാറുണ്ടോ? ഇത് കേട്ട് സുധീഷ് ചോദിക്കാണ് അതിന് നിങ്ങൾക്ക് എന്ത് യോഗ്യതയുള്ളത്? അപ്പൊ ഭാസ്കരൻ പറയണ ഇതെന്റെ സ്വന്തം വീടാണ്, അവിടെയാ നിങ്ങൾ താമസിക്കുന്നത്. ഇത് കേട്ട് സുധീഷ് ചോദിക്കണ ഇത് നിങ്ങളുടെ വീടാണെന്നോ? ഇത് ഞങ്ങളുടെ മുത്തശ്ശന്റെ വീടാ. അപ്പൊ സുഭാഷ് പറയണ ഒന്ന് ചുമ്മാതിരിക്കും സുധീഷ്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അപ്പൊ സുധീഷ് പറയണ ഇയാള് പറയുന്ന കേട്ടാ തോന്നും നമ്മുടെ നല്ല അച്ഛനായിട്ട് ജീവിച്ച ആളാണെന്ന്. നമ്മളെ ചോദ്യം ചെയ്യുന്നു. ഇത് കേട്ട് നികേഷ് പറയണ സുധീഷ് ഏട്ടൻ പറഞ്ഞതാ ശരി, അങ്ങനെ ചോദിക്ക്. ഏട്ടത്തി വന്നപ്പോൾ കുറച്ച് മിണ്ടാതിരുന്നേ ഉള്ളൂ, ഇപ്പൊ വീണ്ടും തുടങ്ങി. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി നികേഷിന്റെ നേരെ വിരൽ ചൂണ്ടി ഭാസ്കരൻ പറയുന്നു നിനക്ക് മിണ്ടാൻ യോഗ്യതയില്ല. അവിടെ വന്നെഴുന്നേറ്റ് സുധീഷ് പറയണ നിങ്ങൾ അവനെ വിരട്ടൊക്കെയൊന്നും വേണ്ട. ചാന്ദിനിയും വീട്ടുകാരും തെറ്റുകാരാണെന്ന് പറഞ്ഞില്ലേ? നിങ്ങളെ വെച്ച് നോക്കുമ്പോൾ അവരെത്രയോ ഭേദമാ. മക്കളെ വളർത്താൻ വേണ്ടി അവരുടെ അച്ഛൻ ആ നാട് വിട്ട് ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കി. ആ അച്ഛനും അമ്മയും മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു? അമ്മയെ കൊന്നിട്ട് ജയിലിൽ പോയി. സുഭാഷേട്ടനല്ലേ ഞങ്ങളെ വളർത്തിയത്. ഞങ്ങൾ സ്കൂളിൽ പോയിട്ടുണ്ടോ കോളേജിൽ പോയിട്ടുണ്ടോ എന്നെങ്കിലും നിങ്ങൾക്കറിയാമോ? അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? സുഭാഷേട്ടനാണ് ഞങ്ങളെ സ്കൂളിലും കോളേജിലും ഒക്കെ ചേർത്തത്. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പഠിത്തം പോലും ഇല്ലാതിരുന്നേനെ. സ്വന്തം മക്കളോട് ഒരല്പം പോലും സ്നേഹമില്ലാത്ത അച്ഛനോട് ഞങ്ങൾ വന്ന് സംസാരിക്കണോ? നിങ്ങൾ ആരാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ. നിധി വന്നതിന് ശേഷം കുറച്ച് ഒതുങ്ങിയതാ, ഇപ്പൊ വീണ്ടും തുടങ്ങുവാണോ? ഇത് കേട്ട് നിധി ചോദിക്കണ സുധീഷ് എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത്? ഒന്ന് മിണ്ടാതിരിക്കുക സുധീഷ്, നീ അത് വിടെന്ന് സുഭാഷ് പറയുമ്പോൾ സുധീഷ് പറയണ സുഭാഷേട്ടാ ഞാൻ എന്താ തെറ്റായിട്ട് പറഞ്ഞത്? അച്ഛന് കൊടുക്കേണ്ട ബഹുമാനമൊക്കെ ഇയാൾക്ക് കൊടുക്കണമെന്നല്ലേ പറഞ്ഞത്? ഇയാള് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? മറുപടി ഉണ്ടോ അയാൾക്ക്? ഇല്ലല്ലോ. അപ്പൊ ഇറങ്ങി പൊയ്ക്കോളാൻ പറ. ഇത് കേട്ട് വളരെ ദേഷ്യത്തോടു കൂടി സുധീഷിനെ അത് നോക്കിയിട്ട് പുറത്തേക്ക് പോവുകയാണ് ഭാസ്കരൻ. നിധിയും സുഭാഷും അച്ഛാന്ന് വിളിക്കുന്നുവെങ്കിലും ഭാസ്കരൻ തിരിഞ്ഞു നോക്കുന്നില്ല. നിധി പറയണ എന്താ സുധീഷ് ഇത്? അച്ഛൻ എന്തെങ്കിലും പറഞ്ഞിട്ട് പൊയ്ക്കോട്ടെ എന്ന് കരുതിയാ പോരായിരുന്നോ? എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിച്ച്? അപ്പൊ ഹരീഷ് പറയണ അതേ സുധീഷേട്ടാ കുറച്ച് ഓവറായി പോയി. സംശയത്തോടു കൂടി സുധീഷ് ചോദിക്കുന്നു എടാ സാധാരണ അയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നീയാണ് വല്ലാതെ ദേഷ്യപ്പെടുന്നത്. ഇന്നൊരക്ഷരം പോലും നീ പറഞ്ഞില്ല. എന്താ അയാളെ നല്ലവനാക്കാൻ നോക്കുകയാണോ നീ? അപ്പൊ ഹരീഷ് പറയണ അതല്ല സുധീഷേട്ടാ വയ്യാതിരിക്കുക. ഇത് കേട്ട് ടെൻഷനോടുകൂടി സുഭാഷ് ചോദിക്കുന്നു എന്ത് വയ്യാതിരിക്കുകയാണെന്നോ? എന്താണ് സംഭവിച്ചേ? അപ്പൊ ഹരീഷ് പറയണ സുഭാഷേട്ടാ ഇന്നലെ ഞാൻ കടയിലായിരുന്നപ്പോൾ എന്റെ കടയിലേക്ക് വന്നായിരുന്നു. എന്തിനാ വന്നേന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു എനിക്ക് തീരെ വയ്യ, എന്നെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ. ഇങ്ങനെയൊന്നും ചോദിച്ചിട്ടേ ഇല്ലല്ലോ. എനിക്ക് പാവം തോന്നി. ശരിയെന്ന് പറഞ്ഞ ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവര് പരിശോധിച്ചിട്ട് BP കൂടുതലാണെന്ന് പറഞ്ഞു. ടാബ്ലറ്റ് ഒക്കെ തന്നു. ഇത് കേട്ട് ടെൻഷനോടുകൂടി നിധി ചോദിക്കണ അച്ഛന് BP ഒക്കെ ഉണ്ടോ? എനിക്ക് BP ഒന്നും ഇല്ലാന്നാണല്ലോ പറയുന്നേ. അപ്പൊ ഹരീഷ് പറയണ ഏട്ടത്തി ഞാനും അങ്ങനെ വിചാരിച്ചത്. BP ഒക്കെ ഉണ്ട്, കുറച്ച് കൂടുതലാ, ടെസ്റ്റ് ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് ഒരു സഹായം ചോദിച്ച്
ഇങ്ങനെ വന്നിട്ടില്ലല്ലോ. പെട്ടെന്ന് അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് പാവം തോന്നി. വീട്ടിലേക്ക് പോകണ്ട, കടയിൽ കിടന്നാ മതിയെന്ന് പറഞ്ഞപ്പോൾ എതിർത്തൊന്നും പറയാതെ കടയുടെ ഒരു മൂലയ്ക്ക് പോയി കിടന്നുറങ്ങി. വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് നിധി ചോദിക്കുമ്പോൾ ഹരീഷ് പറയണ, ഇല്ല ഏട്ടത്തെ, ഗുളിക കൃത്യമായിട്ട് കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ സുഭാഷ് പറയണ, അച്ഛന് BP ഉള്ള കാര്യമൊന്നും നമുക്കാർക്കും അറിയില്ലായിരുന്നല്ലോ. അപ്പൊ സുധീഷ് പറയണ, സുഭാഷ് ഏട്ടാ, അയാള് കാരണം നമുക്ക് ആ BP കൂടുക. അപ്പൊ നിധി പറയണ, സുധീഷ് ഒന്നും മിണ്ടാതെ നിൽക്കുവോ? സുധീഷ് പറഞ്ഞത് കേട്ട അച്ഛൻ എഴുന്നേറ്റ് പോയത്. എന്തിനാ ആവശ്യമില്ലാതെ ഒരു മനുഷ്യനോട് ഇങ്ങനെയൊക്കെ പറയുന്നേ? അതെല്ലാം കഴിഞ്ഞ കഥയല്ലേ. ഇപ്പൊ പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ? അത്രയും പണവും സ്വർണവും എങ്ങനെ കൊടുക്കുമെന്നുള്ള ടെൻഷൻ കൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞിട്ട് പൊയ്ക്കൂട്ടെ എന്ന് കരുതിയ പോരായിരുന്നോ? എന്തിനു ദേഷ്യപ്പെട്ടു? ഇതോടെ ഇത് അവസാനിപ്പിച്ചോണം. ടെൻഷനോടുകൂടി സുഭാഷ് ചോദിക്കുന്നു, എടാ ഹരീഷ്, അച്ഛന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? അപ്പൊ ഹരീഷ് പറയണ, അങ്ങനെയൊന്നുമില്ല സുഭാഷ് ഏട്ടാ, നമ്മുടെ അടുത്ത് സഹായത്തിന് ഇന്നേ വരെ വന്നിട്ടില്ല. കടയിലേക്ക് വന്ന് എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വിഷമം തോന്നി. സുധീഷ് ഏട്ടൻ പറഞ്ഞില്ലേ എപ്പോഴും ഞാനാണ് അയാൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ദേഷ്യപ്പെടുന്നതെന്ന്. ഇന്ന് എന്തുകൊണ്ട് ദേഷ്യപ്പെട്ടില്ല എന്ന് അതിന് കാരണം ഇതാണ്, അല്ലാതെ പേടിക്കാനൊന്നുമില്ല. ഇത് കേട്ട് സുഭാഷ് പറയണ, ശരിയടാ അച്ഛൻ വരട്ടെ, ഞാൻ സംസാരിച്ചോളാം. അങ്ങനെ എല്ലാവരും അകത്തേക്ക് പോകുമ്പോൾ സുധീഷ് പറയണ, ഒടുവിൽ ഞാൻ വില്ലനായല്ലേ? അപ്പൊ നിധി ചോദിക്കണ, അതിനെന്ത് സംശയമാ? എല്ലാത്തിനും മറുപടി കൊടുക്കാൻ പോയത് സുധീഷ് അല്ലേ? അപ്പൊ പ്രശ്നം ഉണ്ടാക്കിയതും സുധീഷ. അങ്ങനെ ദേഷ്യത്തോടുകൂടി റൂമിനകത്തേക്ക് കയറി വാതിലടക്കുകയാണ് നിധി. അപ്പൊ സുധീഷ് പറയണ, നിങ്ങൾക്കൊന്നും ഞാൻ ചെയ്ത നല്ലതൊന്നും കാണാൻ പറ്റുന്നില്ല അല്ലെ? ഒരു ദിവസം കാലം തന്നെ മറുപടി പറയും. അപ്പൊ ഞാൻ കണ്ടോളാം എല്ലാവരെയും. തുടർന്ന് ഹരീഷിന്റെ കടയിലേക്ക് വരികയാണ് നീതു. ഹരീഷ് പറയുന്നു, വാ നീതു, നിന്നെ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. എവിടെ പോയി നീ? അപ്പൊ നീതു പറയണ, എനിക്കെന്താ കോളേജില്ലേ, ദിവസവും ഇവിടെ വന്നിരിക്കാൻ പറ്റുമോ? ഇത് കേട്ട് ചന്തു പറയണ, പഠിക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നു, എക്സാം ആണോ? അപ്പൊ നീതു പറയണ, അതൊന്നുമില്ല, ഞാൻ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ നീ എന്തെങ്കിലും ജോലി ചെയ്യുന്നേ? എന്താ നീ ദേഷ്യത്തിലാണോ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നീതു ഒന്നും മിണ്ടാതെ മുഖം തിരിക്കുകയാണ്. അരികിലേക്ക് ചെന്നിരുന്ന ഹരീഷ് ചോദിക്കുന്നു, എന്തു പറ്റി? നീ കൂടുതൽ അഭിനയിക്കണ്ടെന്ന് നീതു പറയുമ്പോൾ ഹരീഷ് ചോദിക്കണ, നിനക്കെന്താ ദേഷ്യമാണോ? അതുകൊണ്ടാണോ നീ ഫോൺ എടുക്കാഞ്ഞേ? അപ്പൊ നീതു പറയണ, അതെ, എനിക്ക് നിന്നോട് ദേഷ്യമാ. അതിനെന്താ കാരണമെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നീതു പറയണ, ഓ, ഞാൻ എന്ത് കാരണം കൊണ്ടാണ് ദേഷ്യപ്പെട്ടിരിക്കുന്നതെന്ന് പോലും നിനക്കറിയില്ല. സത്യമായിട്ടും അറിയില്ല എന്ന് ഹരീഷ് പറയുമ്പോൾ നീതു പറയണ, നീ എന്നെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരു കാര്യം ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ ദേഷ്യപ്പെട്ടത്. ഞാൻ ഫോൺ എടുക്കാഞ്ഞത് ദേഷ്യം കൊണ്ടാണെന്ന് പോലും നിനക്ക് മനസ്സിലായില്ല അല്ലെ? ദേഷ്യത്തിലാണെന്ന് ഞാൻ തന്നെ പറഞ്ഞ് അതിന്റെ കാരണവും പറയണോ? അപ്പൊ ഹരീഷ് പറയണ, കാരണം അറിയാമെങ്കിൽ ഞാൻ നിന്നോട് ചോദിക്കുവോ? അപ്പൊ നീതു പറയണ, നീ എന്താ ചെയ്തേന്ന് ഒന്ന് ആലോചിച്ചു നോക്ക്. സംശയത്തോടുകൂടി ഹരീഷ് ചോദിക്കുന്നു, എടാ ചന്തു, ഞാൻ എന്താ ചെയ്തേ? അപ്പൊ ചന്തു പറയണ, ആശാൻ രാവിലെ മുതൽ ഇവിടുത്തെ പണികൾ ചെയ്യുകയല്ലായിരുന്നോ? ഒന്ന് മിണ്ടാതിരിക്കുമെന്ന് നീതു പറയുമ്പോൾ തുടങ്ങി. ചായ കുടിച്ചിട്ട് വരാം ആശാനെ എന്ന് പറഞ്ഞ് ചന്തു അവിടെ നിന്ന് ഓടി പോവുകയാണ്. ഹരീഷ് ചോദിക്കുന്നു, നീതു, നിന്റെ ദേഷ്യത്തിന്റെ കാരണം എന്താ? എനിക്ക് സത്യമായിട്ടും അറിയില്ല. അപ്പൊ നീതു പറയണ, ഞാൻ മിണ്ടാതിരുന്നാൽ എന്റെ ദേഷ്യത്തിന്റെ കാരണം നീ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ ഞാൻ ദേഷ്യത്തിലാണെന്ന് പോലും നീ മനസ്സിലാക്കിയില്ല. അപ്പൊ ഹരീഷ് പറയണ, എനിക്ക് അറിയില്ലായിരുന്നു നീതു, കാര്യം എന്താണെന്ന് വെച്ചാൽ നിനക്ക് തന്നെ പറയാലോ. നീ എന്താണ് മനസ്സിൽ ചിന്തിക്കുന്നതെന്ന് എനിക്ക് സങ്കല്പിച്ചുണ്ടാക്കി പറയാൻ പറ്റില്ല നീതു, നീ തന്നെ കാരണം പറ. അപ്പൊ നീതു പറയണ, ഹരീഷ്, ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്ന് നിങ്ങളുടെ 3 പേരുടെയും കാര്യം നന്നായി നോക്കിയില്ലേ? അതിനൊന്നും ഒരു വിലയും തന്നില്ല നീ. സുഭാഷ് ഏട്ടനും സുധീഷ് ഏട്ടനും നിധി ചേച്ചിയും വന്നപ്പോൾ നികേഷ് ഞാൻ നിങ്ങളെ ടോർച്ചർ ചെയ്യുകയാണെന്ന് പറഞ്ഞപ്പോൾ നീയും ചിരിച്ചില്ലേ? ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ഹരീഷ് ചോദിക്കുന്നു, അതിനാണോ നീ ദേഷ്യപ്പെട്ടത്? കണ്ടു നിറങ്ങിയ നീതു പറയാണ്, കണ്ടില്ലേ, ഇപ്പോഴും നീ ചിരിക്കുക. അപ്പൊ ഹരീഷ് ചോദിക്കുന്നു, ഇതിനൊക്കെ ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ടോ നീതു? അപ്പൊ നീതു പറയണ, നീ എന്ത് നിസ്സാരമായിട്ടാ ഓരോന്ന് പറയുന്നേ? അവരില്ലാത്തപ്പോൾ നിങ്ങളെ ഞാൻ എങ്ങനെയാ നോക്കിയത്? അത് നിങ്ങൾക്ക് ടോർച്ചർ ആയിരുന്നു. നീയും അങ്ങനെ തന്നെയാണോ ചിന്തിച്ചേ? പറ ഹരീഷ്, നിന്റെ അനിയൻ അങ്ങനെ പറഞ്ഞപ്പോൾ ചിരിച്ചോണ്ടിരുന്നതിന്റെ കാരണം അതാണോ? അതും അവര് വന്ന് ഇരുന്നത് പോലുമില്ല, അതിനു മുമ്പേ അവൻ അങ്ങനെ പറഞ്ഞു. അപ്പൊ ഹരീഷ് പറയണ, നീതു, അവൻ ചുമ്മാ പറഞ്ഞതായിരിക്കും, നീ എന്തിനാ അതൊക്കെ സീരിയസ് ആയിട്ട് എടുത്തേ? അപ്പൊ നീതു ചോദിക്കണ, എങ്ങനെയാ ഹരീഷ് നിന്റെ വീട്ടുകാരനെ കളിയാക്കുമ്പോൾ കാണാത്ത ഭാവത്തിൽ ഇരിക്കുന്നേ? അവരെ എതിർത്ത് ഒരു വാക്ക് പറയില്ലല്ലോ നീ. അവരോടൊപ്പം ചേർന്ന് നീയും ചിരിക്കുന്നു. അപ്പൊ ഹരീഷ് പറയണ, അവൻ പറഞ്ഞത് സത്യമാണ് നീതു. ഇത് കേട്ട് നീതു ദേഷ്യത്തോടു കൂടി ഇരിക്കുമ്പോൾ പുഞ്ചിരിച്ച് ഹരീഷ് പറയുന്നു, നീ ദേഷ്യപ്പെടാതെ. അപ്പൊ നീതു ചോദിക്കണ, അപ്പൊ ഞാൻ നിങ്ങളെ ടോർച്ചർ ചെയ്യുകയാണെന്നാണോ നീ പറഞ്ഞേ? ഞാൻ സത്യം പറയണോ കള്ളം പറയണോ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നീതു പറയണ, അപ്പൊ ഞാൻ ടോർച്ചർ ചെയ്യുകയായിരുന്നു. പുഞ്ചിരിച്ച ഹരീഷ് പറയുന്നു, അതേ നീതു, സത്യമായിട്ടും നീ ഞങ്ങളെ ടോർച്ചർ ചെയ്യുകയായിരുന്നു. അപ്പൊ നീതു പറയുന്നു, ഹരീഷ് നീ എന്തേ പറയുന്നേ? ഞാൻ രാവിലെ എഴുന്നേൽക്കുന്ന ആളെയല്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി രാവിലെ എഴുന്നേറ്റ് എല്ലാ നേരവും ഭക്ഷണം ഉണ്ടാക്കി തന്നില്ലേ? വീട് നോക്കിയില്ലേ? എന്തെല്ലാം ചെയ്തു? അതൊക്കെ നിങ്ങൾക്ക് ടോർച്ചറായിട്ടാണ് തോന്നിയതല്ലേ? അപ്പൊ ഹരീഷ് പറയണ, നീതു, നിന്റെ സ്നേഹം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഇതൊക്കെ എന്തിനായിരുന്നെന്ന് എനിക്ക് മനസ്സിലായില്ല. നിനക്ക് പാചകം അറിയില്ലല്ലോ, നീ പാചകം ചെയ്യാൻ നോക്കിയിട്ടും നന്നായിട്ട് വന്നില്ല. ഇതൊക്കെ നീ ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചതുമില്ല. നീ നിന്റെ ഇഷ്ടത്തിന് പാചകം ചെയ്യാനാണെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വന്ന് കിച്ചൺ ഒരു വഴിയാക്കി. ഞാനല്ലേ വൃത്തികേടായി കിടന്ന കിച്ചൺ ക്ലീൻ ചെയ്തത്? പിന്നെ വായി വെക്കാൻ കൊള്ളാത്ത ഭക്ഷണം ഉണ്ടാക്കി തന്ന് നന്നായിട്ടുണ്ടെന്ന് ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചില്ലേ? അതൊരു ചിക്കൻ കറി ആയിരുന്നു. എന്ത് എരിയായിരുന്നു അതില്? മുളക് പൊടി വാരി ഇട്ടതാണെന്ന് തോന്നുന്നു. എന്നിട്ട് ഞങ്ങളത് കഴിച്ചില്ലേ? രാത്രി അതേ കറിയില് തേങ്ങ അരച്ചു ചേർത്ത് ദോശ ചുട്ടു തന്നു. അതല്ലേ നികേഷും കഴിച്ചേ? അവൻ രാത്രി പൊറോട്ട കഴിക്കാൻ വേണ്ടി ഇരുന്നതാ, നീ അത് നശിപ്പിച്ചു. അപ്പൊ അവൻ അങ്ങനെയൊക്കെ പറയില്ലേ? ഇത് കേട്ട് നീതു ചോദിക്കാണ്, അപ്പോ നിങ്ങൾക്കാർക്കും എന്റെ സ്നേഹം വലുതായിട്ട് തോന്നിയില്ല അല്ലെ? ചിക്കൻ
ചിക്കൻ കറിയിൽ എരി കൂടി, അതാണ് നിങ്ങൾക്ക് വലുതായിട്ട് തോന്നിയത്. അപ്പൊ ഹരീഷ് പറയണ, ഞാൻ എന്താ പറയുന്നത്, നീ എന്താ പറയുന്നത്, നീ അത്രയും കഷ്ടപ്പെടേണ്ട കാര്യമില്ലായിരുന്നു നീതു. നിനക്കുള്ള ഭക്ഷണം കൂടി ഞാൻ ഹോട്ടലിൽ നിന്ന് വരുത്തി തരില്ലായിരുന്നു, അത് നമുക്ക് സമാധാനത്തോടു കൂടി കഴിക്കായിരുന്നല്ലോ, നിന്റെ ജോലി കുറയുകയും ചെയ്തേനെ. അപ്പൊ നീതു പറയണ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അത്രയും കഷ്ടപ്പെട്ട് സാക്രിഫൈസ് ചെയ്തതൊന്നും വലുതായിട്ട് തോന്നിയില്ല അല്ലെ? അപ്പൊ ഹരീഷ് ചോദിക്കണ, ഇതൊക്കെ ചെയ്യാൻ ഞാൻ നിന്നോട് പറഞ്ഞു ഇല്ലല്ലോ, നീ ഇതൊക്കെ ചെയ്തില്ലായിരുന്നെങ്കിലും എനിക്ക് നിന്നോടുള്ള പ്രണയം കുറയാൻ പോകുന്നില്ല, ഞാൻ നിന്നെ സ്നേഹിക്കുക തന്നെ ചെയ്യും, എന്തിനാ പിന്നെ നീ ഇതൊക്കെ ചെയ്തേ? ഇത് കേട്ട് നീതു പറയണ, മനസ്സിലായി ഹരീഷേ, നന്നായി മനസ്സിലായി, എനിക്ക് ഇതും വേണം ഇനിയും വേണം. നിനക്കൊരു നല്ലത് ചെയ്തപ്പോൾ അതിന് കുറ്റം പറയുകയാണല്ലോ നീ, ഇങ്ങനെ ഒരു നന്ദി കെട്ടവനാണ് നീ എന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പൊ ഹരീഷ് പറയണ, നോക്ക്, ഇതൊക്കെ നീ ചോദിച്ചത് കൊണ്ടാ ഞാൻ പറഞ്ഞേ. അവിടെ നിന്ന് എഴുന്നേറ്റ് നീതു പറയണ, ഞാൻ ദേഷ്യപ്പെട്ടിരിക്കുകയാണെന്നറിഞ്ഞാൽ നീ എന്നെ സമാധാനിപ്പിക്കുമെന്ന് ഞാൻ വിചാരിച്ചു ഹരീഷേ, പക്ഷെ നീ എന്നെ മനസ്സിലാക്കിയില്ല. നിന്റെ അനിയൻ പറഞ്ഞത് കേട്ട് എന്റെ മനസ്സ് വേദനിച്ചു എന്ന് നീ തിരിച്ചറിഞ്ഞില്ല, അതുകൊണ്ടാണ് എനിക്ക് നിന്നോട് ദേഷ്യമൊന്ന് നീ മനസ്സിലാക്കിയില്ല. ശരി, ഞാൻ തന്നെ വന്ന് കാരണം പറഞ്ഞപ്പോൾ അതിന് മുഖത്തടിച്ചതുപോലെ നീ ഞങ്ങളെ ടോർച്ചർ ചെയ്യുകയായിരുന്നെന്ന് പറയുന്നു. എന്താ ഹരീഷ് നീ എന്നെ കുറിച്ച് ചിന്തിക്കാത്തത്? എപ്പോഴും നീ ഇങ്ങനെ ആയിരിക്കോ? നിനക്ക് എന്താ എന്നോട് അല്പം പോലും സ്നേഹമില്ലാത്ത? എപ്പോഴും നിനക്ക് നിന്റെ വീട്ടുകാരെ മാത്രം മതി, ആരെന്ത് പറഞ്ഞാലും അവരെ എതിർത്ത് നീ ഒരു വാക്ക് പറയില്ല. അപ്പൊ ഹരീഷ് പറയണ, അങ്ങനെയൊന്നും ഇല്ല നീതു, നികേഷ് ചുമ്മാ തമാശക്ക് പറഞ്ഞതാ, ഞാനല്ലേ നിന്നെ പ്രണയിക്കുന്നേ, അതുകൊണ്ട് നീ എന്തുണ്ടാക്കിയാലും നല്ലതാണെന്ന് പറഞ്ഞ് ഞാൻ കഴിക്കും, അതേപോലെ അവൻ അത് കഴിക്കണം, നിന്നെ അഭിനന്ദിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നീതു? അപ്പൊ നീതു പറയണം, മതി ഹരീഷ്, നിനക്ക് ഇപ്പോഴും എന്റെ ഫീലിങ്സ് മനസ്സിലായിട്ടില്ല, ഇനി എനിക്ക് ഇതിൽ കൂടുതൽ വയ്യ, സത്യമായിട്ടും വയ്യ, ഇനി ഞാൻ നിന്റെ അടുത്തേക്ക് വരില്ല. പുഞ്ചിരിച്ച ഹരീഷ് പറയണ, ഇങ്ങനെ പറഞ്ഞിട്ട് നാളെ തന്നെ നീ ഇവിടെ വരും. അപ്പൊ നീതു പറയണം, മതി ഹരീഷ്, എനിക്ക് മതിയായി, ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞേ, പതിയെ പറ നീതു എന്ന് ഹരീഷ് പറയുമ്പോൾ നീതു പറയണ, എന്റെ ക്ഷമയ്ക്ക് ഒരു അതിലുണ്ട് ഹരീഷേ, ഇതിൽ കൂടുതൽ ഞാൻ എന്ത് ചെയ്താൽ നീ എന്നെ അഭിനന്ദിക്കുമെന്ന് എനിക്കറിയില്ല. ഹരീഷ് ചോദിക്കണ, അഭിനന്ദിച്ച് മെഡൽ തരാൻ ഇവിടെ മത്സരമൊന്നും അല്ലല്ലോ നടക്കുന്നേ. അപ്പൊ നീതു പറയണ, കണ്ടില്ലേ ഇപ്പൊ പോലും നീ എങ്ങനെയാ സംസാരിക്കുന്നതെന്ന്, എനിക്ക് സത്യമായിട്ടും പറ്റില്ല ഹരീഷ്, ഈ പ്രണയം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ മാത്രം എഫേർട്ട് എടുക്കുന്നു, നീ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ എടുക്കുന്ന എഫേർട്ടിന് നീ വില തരുന്നില്ല, ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല, ഞാൻ പോവാ. അങ്ങനെ നീതു അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ ഹരീഷ് നീതു എന്ന് വിളിക്കുകയാണ്. വിരൽ ചൂണ്ടി നീതു പറയുന്നു, ഹരീഷ് ദേ നോക്ക്, ഇനി ഞാൻ നിന്റെ അടുത്തേക്ക് വരില്ല, നീ എന്നെ അന്വേഷിച്ചു വരരുത്, ഇനി ഈ നീതുവിന്റെ ഭാഗത്ത് നിന്ന് നിനക്ക് കോളും മെസ്സേജും ഒന്നും വരില്ല, എന്റെ ടോർച്ചർ ഇനി നിനക്കുണ്ടാകില്ല. എന്താ നീതു നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നീതു പറയണ, ഇത് അവസാനിച്ചു, ഇനി ഞാൻ നിന്റെ അടുത്തേക്ക് വന്നാൽ എന്നെ ചെരുപ്പെടുത്ത് അടിച്ചോ. അങ്ങനെ നീതു വളരെ ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് പോകുമ്പോൾ നീതു നിൽക്കെന്ന് പറഞ്ഞ് വിഷമത്തോടു കൂടി നീതു പോകുന്നത് നോക്കി നിൽക്കുകയാണ് ഹരീഷ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്